ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? ഉത്തരം രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. 6ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി? ഉത്തരം പോർച്ചുഗീസുകാർ. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? 1858. 9ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗാളിൽ ഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആര്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റായ്. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം അനുച്ഛേദം 15. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏത്? ഉത്തരം കൈത്തറി. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം പാർലമെന്റിന്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? ഉത്തരം കൊച്ചി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1972. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൂണട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല? ഉത്തരം അഞ്ചുതെങ്ങ്. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? ഉത്തരം മുതിരപ്പുഴ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? തിരുമംഗലം ടു കൊല്ലം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? 1697. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുറുവത്തോട്ടം എവിടെയാണ്? ഉത്തരം അഞ്ചരക്കണ്ടി. 23ാമത്തെ ക്വസ്റ്റ്യൻ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? ഉത്തരം കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? ഉത്തരം അഗമാനന്ദ സ്വാമി. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം കർണാടക. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? ഉത്തരം 40 സെന്റിമീറ്റർ. അക്കാമ ചെറിയാൻ്റെ ജനനം? ഉത്തരം കാഞ്ഞിരപ്പള്ളി. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം? ഉത്തരം തട്ടേക്കാട്. അഗമാനന്ദ സ്വാമി ആദ്യ ആശ്രമം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി.
കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ഉത്തരം തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ഉത്തരം വെങ്ങന്നൂർ. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്? ഉത്തരം O ഗ്രൂപ്പ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം? ഹൈപ്പോതലാമസ്. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. മനുഷ്യനിൽ നിന്ന് എത്ര തരം പല്ലുകളാണുള്ളത്? 4. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം സെറിബെല്ലം. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? ഉത്തരം രവിശങ്കർ പ്രസാദ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം? ഉത്തരം ജീവകം K. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ? ഉത്തരം വിറ്റാമിൻ C. K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഉത്തരം 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. മെൻഡലിയോഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഉത്തരം ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം? ഉത്തരം ഓക്സിജൻ. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏത്? ഉത്തരം എർഗ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവത്തിൻ്റെ അളവ് ആണ് പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും? ഉത്തരം 8.2 മിനിറ്റ്. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? ഉത്തരം ഡോക്ടർ L. സുബ്രഹ്മണ്യം.